നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം പരിശ്രമങ്ങൾ കൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും അതിൽ വിജയിക്കുവാനും കഴിയുമെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തിക പരാധീനത വന്നു ചേരുമെങ്കിൽ കൂടി സമയോചിതമായ പ്രവൃത്തികളിലൂടെ അതിനെ മറികടക്കാനും കഴിയും. ബന്ധുജനങ്ങളുടെ വിരഹത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും അധ്യാപന രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ കുങ്കുമാർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ വിജയം ഉണ്ടാകുമെങ്കിൽ കൂടി ശത്രുതകൾക്ക് കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല. വളരെ കാലമായുള്ള കോടതി വ്യവഹാരങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടാൻ ഇടയുണ്ട്. ചെറിയ ചെറിയ തടസ്സങ്ങൾ ലക്ഷ്യസാധ്യത്തിനിടെ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകാൻ ഇടയുണ്ട്. ബന്ധുജനങ്ങൾക്ക് വിഷമതകളും ഉണ്ടായേക്കും. വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ കഴിവതും ശ്രമിക്കണം. നേത്രങ്ങൾ, കഴുത്ത് എന്നീ ഭാഗങ്ങളിൽ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകീരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം കർമാഭിവൃദ്ധി, സാമ്പത്തിക ലാഭം എന്നിവ ഫലമാണെങ്കിലും കുടുംബ സൗര്യത്തിന് ഭംഗം ഉണ്ടായേക്കാം. തന്നിഷ്ടത്തോടെയുള്ള തീരുമാനങ്ങളും നീക്കങ്ങളും പരാജയത്തിൽ എത്തിച്ചേക്കാനും ഇടയുണ്ട്. ശാരീരികമായ അസ്വസ്ഥതകളും അനുഭവമാകും. സന്താനാദികൾക്കും കുടുംബജനങ്ങൾക്കും അരിഷ്ടതയ്ക്കും ഇടയുണ്ട്. മുൻകാല ചെയ്തികളുടെ ദൂഷ്യവശങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ ഹരിഹര സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യം നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം കുടുംബജീവിത വിജയം, സന്താന ശ്രേയസ് എന്നിവ അനുഭവമാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങളെയെല്ലാം തന്നെ മറികടന്ന് തൊഴിലിൽ ഉയർച്ച നേടുവാനും സാധിക്കും. മോശമായ അനുഭവങ്ങൾ ചുറ്റുപാടുകളിൽ നിന്നും ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ മനസ്സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദേശത്തിലേക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിൽ വിജയവും യാത്രാഗുണവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ രുദ്രസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം ജനപ്രീതി വർദ്ധിക്കുന്നതായ സമയമാണ്. തൊഴിൽ രംഗത്തെ മത്സരങ്ങളൊക്കെ ഇടയുണ്ടെങ്കിൽ കൂടി അവയെയെല്ലാം മറികടന്ന് അംഗീകാരങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. ഗൃഹം മൂടുപിടിപ്പിക്കുവാനും വാഹനപരമായും ധനം ചെലവഴിക്കപ്പെടാൻ ഇടയുണ്ട്. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ ശ്രമിക്കും. സഹോദരങ്ങൾ അകലാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സഹായ മനസ്ഥിതിയുള്ള വ്യക്തികൾക്കും ദോഷസമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ദേവീക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാ നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശിക്കാർക്ക് ഈ വാരം തൊഴിൽ മേഖല ഗുണദോഷ മിശ്ര രീതിയിൽ മുന്നോട്ടു പോകും. സഹപ്രവർത്തകരുടെയും മറ്റും അപ്രീതി സമ്പാദിക്കാനിടയേണ്ട സന്താനാദികൾക്ക് ഗുണപ്രദമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ പരാജയഭീതി നിഴലിക്കാൻ ഇടയുണ്ട്. ദാമ്പത്യ കലഹം, അപമാന ഭയം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. സഹായികളായി എത്തുന്നവരിൽ നിന്നും വഞ്ചനാപരമായ നീക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും.
തുലാം രാശി. ചിത്ര നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം ഏറെ കാലമായി അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളുമായി പുനഃസമാഗമത്തിന് ഇടയുണ്ട്. ബന്ധുഗുണം, സഹായ സന്നദ്ധത എന്നിവയും ഉണ്ടാകും. വിവാഹപരമായ കാര്യങ്ങളിൽ വിജയവും ആരോഗ്യ ഗുണവും പ്രതീക്ഷിക്കാം. കഠിന പ്രയത്നത്തിലൂടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും കഴിയും. പൊതുജനങ്ങളിൽ നിന്നും നല്ല അംഗീകാരം ലഭിക്കാനും ഇടയുണ്ട്. നീർദോഷ സംബന്ധമായും നാഡീ സംബന്ധമായും ഉള്ളതായിരിക്കുന്ന രോഗങ്ങൾ അലട്ടിയേക്കാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പാൽപ്പായസ നിവേദ്യം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽപരമായി തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിൽ കൂടി ജാഗ്രതയോടെ പ്രവർത്തിച്ച് വിജയം നേടാനും സാധിക്കും. പ്രവർത്തന മേഖലയിൽ അസംതൃപ്തി നിഴലിക്കാൻ ഇടയുണ്ട്. ബന്ധുജനാദികൾക്കും സഹായ മനസ്ഥിതിയുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ള വ്യക്തികളുടെ അനാവശ്യ ശത്രുത സമ്പാദിക്കാനും ഇടവരും. രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കുന്നതും ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നതും ദോഷഫലം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവെങ്കിൽ ശാസ്ത്രസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം കുടുംബജനങ്ങളിൽ നിന്നും പിന്തുണയും സന്താനാദികളാൽ ശ്രേയസ്സും ഉണ്ടാകും. അപ്രതീക്ഷിത ധനസമാഗമത്തിനും ഇടയുണ്ട്. തൊഴിൽ മേഖല പക്ഷേ അത്ര ഗുണപ്രദമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും ശിക്ഷാ നടപടികൾ നേരിടുന്നതായും വന്നേക്കാൻ ഇടയുള്ളതിനാൽ കൃത്യനിർവഹണത്തിന് കണിശത പുലർത്താൻ ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ശ്രീ സൂക്താർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ സഹപ്രവർത്തകരുടെ അംഗീകാരം നേടിയെടുക്കാൻ കഴിയും. തൊഴിലിൽ നിന്നുമുള്ള വരുമാനം നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കാനും സാധിക്കും. കുടുംബജനങ്ങളുടെ വിദ്വേഷവും രോഗാരിഷ്ടതകളും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇടയുണ്ട്. അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്ക് ശമനം ലഭിക്കും. അനാവശ്യ സന്ദർഭങ്ങളിൽ സംസാരിക്കുക നിമിത്തം അബദ്ധം പറ്റുവാനും സാധ്യത വളരെയധികം കൂടുതലായി കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ കൂവളമാല, പിൻവളക്ക് എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ രംഗം വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകും. സ്വന്തം പ്രവൃത്തികളിൽ നിന്നും പലവിധ അനർത്ഥങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തർക്കത്തിന്റെ പേരിൽ ഒപ്പമുള്ള വ്യക്തികൾ അകന്നു പോയേക്കാനും സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സര ബുദ്ധി മൂലം വഴക്കുകൾക്കും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഈശ്വരപരമായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുവാൻ കഴിയും. പിതൃജനാദികൾക്ക് അത്ര അനുകൂലമല്ലാത്ത സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരത്വമായി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ നല്ല വിജയം നേടിയെടുക്കാൻ കഴിയും. തകർന്നു പോയേക്കാവുന്ന അവസരങ്ങളെ മനോബലത്താൽ അതിജീവിക്കുവാനും സാധിക്കും. സമാധാനപൂർവമായുള്ള പെരുമാറ്റത്താൽ ചതിയിൽ നിന്നും മുക്തനാകും. കുടുംബപരമായും ഗുണപ്രദം തന്നെയാണ്. ധനപരമായി ശ്രദ്ധ ചെലുത്തണം. ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്നും അനുബോധനങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. നേത്രസംബന്ധമായും കർണസംബന്ധമായുമുള്ള രോഗങ്ങൾക്കും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിദ്യയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. ഉത്രട്ടാതി നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ 26-ാം സ്ഥാനമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് കൽപ്പിച്ചിരിക്കുന്നത്. 2 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഉത്രട്ടാതി നക്ഷത്രം.
ഏത് സാഹചര്യങ്ങളിലും ഇണങ്ങിച്ചേരും എന്നതിന് പുറമെ തന്നെ ഏറ്റെടുത്തു നിന്ന കാര്യങ്ങൾ പരമാവധി കഴിവ് ഉപയോഗിച്ച് ഭംഗിയായി നിർവഹിക്കും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിശയകരമായ കർമ്മ കൗശല്യമുള്ള ഇവർ അലസത ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ഓരോരോ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുവാനാണ് ഇവർക്ക് താല്പര്യം. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ പിന്മാറുകയില്ല എന്നതും ഇവരുടെ സവിശേഷ ഗുണം തന്നെയാണ്. നിരാശാബോധം സ്പർശിക്കാത്ത ഇവർ ഉദ്യോഗ ജീവിതത്തിൽ വളരെയധികം ശോഭിക്കും. നല്ല സഹൃദയന്മാരായിരിക്കുന്ന ഇവർക്ക് കലാരംഗത്തെ താല്പര്യം കൂടുതലായിരിക്കും. പൊതുവെ വലിപ്പച്ചെറുപ്പമോ ഉച്ചനീചത്വമോ നോക്കാതെ എല്ലാവരോടും ഇടപഴകുന്ന സ്വഭാവക്കാരായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ. എങ്കിലും ഇവരിൽ സാധാരണ കണ്ടുവരാറുള്ള സ്വഭാവ വിശേഷവും ഇവരുടെ പിണക്കമാണ്. മൂക്കിൻതുമ്പിൽ ദേഷ്യം എന്ന നാട്ടുപഴമൊഴി ഇവരെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും. എന്നിരുന്നാലും ഇവരിലുള്ള ഈ സ്വഭാവ സവിശേഷത അത്ര സ്ഥിരമല്ല. നിസ്സാരമായ കാര്യത്തിന് പോലും പിണങ്ങാറുണ്ടെങ്കിൽ കൂടി ഈ പിണക്കം അടുത്ത നിമിഷത്തിൽ തന്നെ മാറുകയും ചെയ്തേക്കും. സ്നേഹമുള്ള വ്യക്തികൾക്ക് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറാകുന്ന ഇവർ പിണങ്ങിയാൽ അല്പം ഉപദ്രവിക്കാനും മടി കാണിക്കില്ല. പൊതുവിജ്ഞാനം നേടുന്നതിലും അവയെ തന്മയത്തോടുകൂടി കൈകാര്യം ചെയ്യുവാനും ഇവർ സമർത്ഥന്മാരാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും പല കാര്യങ്ങളിലും വിദ്യാസമ്പന്നരെ പോലെ അറിവും കാര്യബോധവും യഥാസമയം പ്രയോഗിക്കുവാൻ ഇവർക്കുള്ള വിരുത് ഒന്ന് വേറെ തന്നെയാണ്. ദയാഭാവവും ന്യായദീക്ഷയും തമ്മിൽ അതിശയകരമായ ബന്ധം പുലർത്താനും ഇവർക്ക് കഴിയുന്നു. ആരോഗ്യകാര്യത്തിൽ ഇവർ പൊതുവെ അനുഗ്രഹീതരാണ്. ശാശ്വതമായ ആരോഗ്യവും കർമ്മമേഖലയ്ക്ക് വേണ്ടതായ ശരീരഘടനയും ഇവരെ സവിശേഷമായി അനുഗ്രഹിക്കുന്നു. ധീരതയും സാഹസികതയും പ്രകടിപ്പിക്കുന്ന ഇവർക്ക് കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ പോലും സമചിത്തത പാലിക്കാനും പ്രതിസന്ധികളെ വിജയകരമായി നേരിടാനും ഉള്ള കഴിവും ഉണ്ടായിരിക്കും. എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുന്ന ഇവർ ആർക്കും തന്നെ ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. മാതാപിതാക്കളോട് പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കുമെങ്കിലും സ്വജനങ്ങളുമായി അടുപ്പക്കുറവ് ഉണ്ടാവുകയും ചെയ്യും. മിക്കവാറും ഇവർ ജനിച്ച വീടും സ്ഥലവും വിട്ട് താമസിച്ച് വിദേശവാസം, വിദേശ സഞ്ചാരം എന്നിവയും ചെയ്തേക്കും. ജീവിതത്തിൽ അധികകാലവും വിദേശത്തിൽ കഴിഞ്ഞെന്നും വന്നേക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സൗഭാഗ്യപൂർണമായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവം കൂടുതലായി ഉള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുമായി സ്നേഹത്തിൽ കഴിയുവാൻ അധികം ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. കുടുംബഭരണ ചാതുര്യമുള്ള ഭാര്യയെയാകും ഇവർക്ക് അധികപക്ഷവും ലഭിക്കുക. സന്താനങ്ങളെ കൊണ്ടുള്ള ശ്രേയസ്സും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. വിവാഹം ജീവിതത്തിൻ്റെ വഴിത്തിരിവാവുകയും അതിനുശേഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ബന്ധുബലത്താലും ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. ഏകദേശം 17 വയസ്സിന് ശേഷം ഇവർ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നവരുമായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബത്തിന് എന്നും ഭൂഷണമായിരിക്കും. മാന്യമായ വിധത്തിൽ ആരോടും പെരുമാറാനുള്ള ചാതുര്യവും ഇവരിൽ കാണാൻ കഴിയും. ഉദ്യോഗരംഗത്തിലും ഇവർ മികവ് പുലർത്തുന്നു. ഐശ്വര്യവതികളായിരിക്കുന്ന ഇവർക്ക് സന്താന സൗഭാഗ്യവും ഉണ്ടായിരിക്കും. ഏകദേശം 10 വയസ്സ് വരെ ഇടയ്ക്കിടെ അസുഖങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. 10 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണപ്രദമാണ്. ഭാവി ജീവിതത്തിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുവാൻ ഈ സമയത്തിൽ കഴിയുന്നതാണ്. വിദ്യാഭ്യാസം, മെച്ചമായ ജോലി, ഉയർന്ന പദവിയിൽ ഉള്ളവരുമായുള്ള സ്നേഹബന്ധം തുടങ്ങിയവ നേടാൻ ഈ സമയത്ത് കഴിയും. കുടുംബത്തിനും പൊതുവെ ഈ കാലം ഗുണപ്രദമാണ്. 27 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയകാലഘട്ടം രോഗപീഠകൾ, അപകടങ്ങൾ, ധനനഷ്ടങ്ങൾ തുടങ്ങിയവ അനുഭവിക്കാനിടയുണ്ട്. എങ്കിലും ഈ സമയത്തിൽ യാദൃശ്ചിക സംഭവങ്ങൾ വഴി നേട്ടങ്ങളും ഉണ്ടായേക്കും. 34 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടമാണ് ഏറ്റവും ഗുണപ്രദമായിരിക്കുന്ന കാലഘട്ടം. സുഖവും സമൃദ്ധിയും ഈ സമയത്തിൽ നേടുവാൻ കഴിയും. തൊഴിൽ പുരോഗതി, കുടുംബ സുഖം, രാജകീയ ബഹുമാനസ്ഥാന ലബ്ധി തുടങ്ങിയവയും ഈ സമയത്തിൽ വന്നു ചേരും. 54 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം ഗുണദോഷ മിശ്രമായിരിക്കുന്ന സമയമാണ്. 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വ്യവസായം, കൃഷി തുടങ്ങിയവയിൽ നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാം. ആരോഗ്യാവസ്ഥ പക്ഷേ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. 70 വയസ്സിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾക്കുള്ളതായിരിക്കുന്ന സാധ്യതയും കാണുന്നുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ അശ്വതി, കാർത്തിക, മകയിരം എന്നീ നക്ഷത്രങ്ങളും തുലാം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ ചിത്ര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങളുമാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതർക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം.
ഇവർക്ക് കേതുവിൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന കാലഘട്ടമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പൂയം, അനിഷം, ഉത്രട്ടാതി എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾ ചെയ്യുവാനും ഉത്തമമാണ്. ഉത്രട്ടാതി നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ ചെയ്യാവുന്നതാണ്. രാശിയുടെ അധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളായ വിഷ്ണു സഹസ്രനാമ ജപം, വിഷ്ണു സ്തോത്രം ജപിക്കുക തുടങ്ങിയ ചെയ്യുന്നതും ഗുണം ചെയ്യും. നക്ഷത്രത്തിൻ്റെ അധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളായ ശാസ്താഭജനം, ശനീശ്വര ക്ഷേത്ര ദർശനം, ശനിയാഴ്ച വ്രതം എടുക്കുന്നത്, അന്നദാനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതും ഗുണം ചെയ്യും. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ജന്മവൃക്ഷം കരിമ്പനയാണ്. പശുവാണ് മൃഗം. മയിൽ പക്ഷി, സ്ത്രീ യോനി, മനുഷ്യഗണം, അഹിർബുദ്നിയാണ് താരദേവത. ഉത്രട്ടാതി നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യ 8 ഭാഗ്യദിവസം ശനിയാഴ്ചയാണ്. ഭാഗ്യദിക്ക് വടക്കും, ഭാഗ്യനിറം മഞ്ഞയും കറുപ്പുമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ അനുയോജ്യമായ രത്നം ഇന്ദ്രനീലമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. ജ്യോതിഷവിധിയിലെ 3ാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച നമ്മൾക്ക് രമേശാണ് എഴുതിയിരിക്കുന്നത്. സ്ഥലം വ്യക്തമാക്കിയിട്ടില്ല. എൻ്റെയും ഭാര്യയുടെയും ജാതകങ്ങൾ ഇതിനോടൊപ്പം അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രധാനമായി അറിയേണ്ടത് കുട്ടികളെക്കുറിച്ചാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇതുവരെ കുട്ടികളൊന്നും ആയിട്ടില്ല. 1 വർഷമായി ചികിത്സകൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ജാതകപ്രകാരം എപ്പോഴാണ് കുട്ടികൾ ഉണ്ടാകുന്ന സമയം, എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുകൂടി അറിയേണ്ടതായുണ്ട്. ഇതിൻ്റെ ദോഷങ്ങളും പരിഹാരങ്ങളും അറിയിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മകമാണ് രമേശിൻ്റെ നക്ഷത്രം, പുണർദം നക്ഷത്രം, ഭാര്യ നക്ഷത്രം. ഇപ്പോൾ ജാതകപ്രകാരം പ്രധാനമായിട്ടും താങ്കൾക്ക് 31 വയസ്സ് കഴിഞ്ഞു. 32 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടം സൂര്യൻ്റെ ദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജാതകപ്രകാരം 6ാം ഭാവാധിപനായിരിക്കുന്ന സൂര്യൻ്റെ ദശാകാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലം വളരെയധികം ശ്രേയസ് നിറഞ്ഞിരിക്കുന്നതായ സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യാജാതകപ്രകാരം ഇപ്പോൾ ബുധൻ്റെ ദശാകാലമാണ് പുണർദം നക്ഷത്രവശാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുധൻ്റെ ദശാകാലം ഗുണം ചെയ്യുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭാര്യയുടെ ജാതകവശാൽ പ്രത്യേകമായിട്ട് സന്താനപരമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും തന്നെ പറയുന്നില്ല. പക്ഷേ താങ്കളുടെ ജാതകപ്രകാരം ലഗ്നാൽ 5ാം ഭാവത്തിലുള്ളതായിരിക്കുന്ന സൂര്യൻ പ്രധാനമായിട്ടും ദോഷപ്രദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സന്താനപരമായിരിക്കുന്ന വൈഷമ്യങ്ങൾ, സന്താനാധിപൻ്റെ ബലക്കുറവും, അതേപോലെ തന്നെ സന്താനകാരകനായിരിക്കുന്ന വ്യാഴൻ്റെ മറവും, സന്താന ഭാവത്തിൽ സൂര്യൻ 6ാം ഭാവാധിപനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നതും ദോഷപ്രദമായിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ദ്രോഹാശംഭു സുപർണയൂർ നഹിസുദഹ ശാപാൽ പിതൃഗണാൻ രവേഹേ എന്നുള്ളതായിരിക്കുന്ന വിധി പ്രകാരം 5ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പൂർവ്വജന്മത്തിലായിട്ട് ശംഭുവിനെ, അതായത് ശിവനെ ശിവൻ്റെ ദോഷങ്ങൾ നിമിത്തമായിട്ടും ദ്രോഹാൽ ശംഭു സുപർണയൂർ നഹിസുദഹ ശാപാൽ പിതൃഗണാം, പിതൃക്കളുടെ ശാപങ്ങൾ നിമിത്തമായിട്ടെല്ലാം തന്നെ സന്താനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണം എന്നുള്ള ദോഷങ്ങൾ കൂടിയിട്ട് പറയുന്നുണ്ട്. താങ്കളുടെ ജാതകപ്രകാരം സന്താന പ്രതിബന്ധത്തിൻ്റെ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് വിധിപ്രകാരമുള്ള പരിഹാരക്രമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ജാതകപ്രകാരം സുദർശന മന്ത്രമുഖാന്തരവും മറ്റും ഈ പറഞ്ഞ സന്താന ദുരിതത്തിനെല്ലാം തന്നെ ഒഴിവാക്കിയതിന് ശേഷം സന്താന ഗോപാല മന്ത്രം ജപിക്കുന്നതും സന്താന ഗോപാല ഹോമം ചെയ്യുന്നതും വളരെയധികം ഉത്തമമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നെയ്യിൽ പുരുഷ സൂക്ത മന്ത്രവും സന്താന സൂക്ത മന്ത്രങ്ങളും ജപിച്ചിട്ട് സേവിക്കുന്നതും അത് കഴിക്കുന്നതും വളരെ നന്നായിരിക്കും. ഇനി വരാൻ പോകുന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലം വളരെ നല്ലതായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 5ാം ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്തിൽ തന്നെ പുത്രപ്രാപ്തിം ബന്ധുവിലാസം നൃപതീനാം സാജീവ്യം വാദീശദശായാം ബഹുമാനം എന്നുള്ളതായിരിക്കും വിധിപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ പുത്രപ്രാപ്തിം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താനജനനം ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജാതകപ്രകാരമുള്ള ഈ ദോഷവശങ്ങൾക്കുള്ളതായിരിക്കുന്ന പ്രതിവിധികൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി 1 വർഷത്തിന് ശേഷം ഈ സൂര്യദശാകാലം കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലത്തിൽ പുത്രസിദ്ധി, സന്താനജനനം നിർബന്ധമായി
പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഭാര്യയുടെ ജാതകപ്രകാരം ബുധൻ്റെ ദശാകാലമാണ്, സന്താന ജനനത്തിന് അനുയോജ്യമായിരിക്കുന്ന സമയമാണ് ഭാര്യ ജാതകപ്രകാരവും പറഞ്ഞിരിക്കുന്നത്. ഇനി വരുന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലം താങ്കൾക്ക് മനപ്രസാദം പ്രകരോതി ചന്ദ്ര സർവാർത്ഥ സിദ്ധിം സുഖഭോജനം ച എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സ് സന്തോഷിക്കേണ്ട സമയം എന്നുള്ളതാണ് ചന്ദ്രൻ്റെ ദശാകാലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താങ്കളുടെ ഈ അനപത്യത ദുഃഖം, സന്താനം ഇല്ല എന്നുള്ളതായിരിക്കുന്ന ആ ദുഃഖത്തിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം കാണാൻ ഈ ചന്ദ്രദശാകാലത്തിൽ കഴിയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സർവ അർത്ഥസിദ്ധിഹി, എല്ലാവിധ സുഖസൗകര്യങ്ങളും ലഭ്യമാകണം എന്നും സുഖഭോജനം ച എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സുഖമായിരിക്കുന്ന ഭക്ഷണം ലഭിക്കണം എന്നുള്ളതാണ് അവിടെ ശ്ലോകത്തിൽ പ്രധാനമായിട്ടും അർത്ഥം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുഖമായിരിക്കുന്ന ഭക്ഷണം കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശിഷ്ടമായിരിക്കുന്ന ഭോജ്യം കഴിക്കുക എന്നുള്ള മാത്രമല്ല, ഇതിപ്പോൾ വിഭവങ്ങൾ കുറവാണെങ്കിലും മനസ്സ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, സന്തുഷ്ടതയോടുകൂടി തന്നെ ഇരിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നല്ല തൃപ്തിയായിരിക്കും. ഇപ്പോൾ താങ്കൾക്ക് എത്ര വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് കിട്ടുന്നതെങ്കിൽ കൂടിയിട്ട് ഈ വിഷമതകളുള്ളപ്പോൾ അതിനൊന്നും തന്നെ രുചി തോന്നില്ല. അപ്പോൾ ആ പറഞ്ഞ സുഖഭോജനം ച എന്നുള്ളതിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് താങ്കളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കണം എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശമാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ വരുന്നതായിരിക്കുന്ന ചന്ദ്രൻ്റെ ദശാകാലം പൂർണ്ണമായിട്ടും സന്താന ജനനത്തിന് അനുയോജ്യമായിട്ടുള്ള സമയമായിട്ടാണ് പൊതുവെ കാണുന്നത്. താങ്കളുടെ ജാതകപ്രകാരമുള്ളതായിരിക്കുന്ന ഈ ദോഷങ്ങൾക്ക് വിധിപ്രകാരം ഒരു ജ്യോത്സ്യനെ കണ്ട് ഇനി കുടുംബപരമായിട്ടുള്ള വല്ല ദോഷങ്ങളും കൂടിയിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ പ്രശ്നം വെച്ച് നോക്കുക കൂടിയിട്ട് വേണം. ജാതകപ്രകാരം ഈ പറഞ്ഞിരിക്കുന്നതായ ദോഷങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് പുറമെ പ്രശ്നവശാൽ വല്ല ദോഷങ്ങൾ കാണുകയാണെങ്കിൽ അതിനും കൂടിയിട്ടുള്ളതായിരിക്കുന്ന പ്രതിവിധികളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹത്തിൻ്റെ സന്താന ജനനത്തിൻ്റെ പൂർണ്ണ സാന്നിധ്യം താങ്കളുടെ ജാതകപ്രകാരം കാണുന്നുണ്ട്. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികൾ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ, UTV, ആദിത്യ ഇൻ, മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: പാടൂർ ജ്യോത്സ്യൻ, KP ശ്രീവാസ്തവ്, SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. രേവതി നക്ഷത്രത്തിൻ്റെ വിശേഷ ഫലങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.